സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബ ഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. എല്ലാ സമാരാധ്യരായ ഗുരുജനങ്ങൾക്കും സത്സംഗ ശ്രവണത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദരവോടെ നമസ്കാരം. നമ്മൾ ഒരിക്കൽ കൂടി ഈ വിഷയത്തിൻ്റെ മനനവുമായിട്ട് ഒരുമിച്ച് ഇരിക്കുകയാണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹംസഗുഹ്യം എന്ന നാം ഇതിനു മുൻപ് ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ രണ്ടാമത്തെ മനനവുമായിട്ട് നാം ഇന്ന് ഒരുമിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ നമ്മൾ 4 ശ്ലോകങ്ങളായിരുന്നു അന്ന് മനനം ചെയ്തിരുന്നത്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഋഷിമാർ തങ്ങളുടെ ആത്മദർശനത്തെ പല രീതിയിൽ പഠിതാക്കളിലേക്ക്, ഉയർന്ന തലത്തിലുള്ള സാധകരിലേക്ക് സംവേദനം ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃതി പഠിക്കുമ്പോൾ ആ കൃതിയുടെ ഏത് തലത്തിലുള്ള മനനവും, അതിലെ ഒരു വാക്യത്തിൻ്റെ മനനം സാധിച്ചാൽ പോലും, അല്ലേ, ഉപനിഷത്തുകളൊക്കെ അങ്ങനെയല്ലേ നമുക്ക് പറഞ്ഞു തന്നത്, വലിയ ആശയത്തെ ഒരു സൂത്ര രൂപത്തിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ മഹാവാക്യങ്ങളെയൊക്കെ തിരിച്ചറിയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും കേവലം പഠിതാക്കളല്ല, നമ്മളൊരു ഭാഗവതം പഠിക്കുവാൻ വന്ന വ്യക്തികളല്ല. നമ്മളെല്ലാവരും ഭാഗവത ഉപാസകരാണ്, അല്ലെങ്കിൽ ഭാഗവത സാധകരാണ്. സാധകനോട് ഒരു കൃതി സംവദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഋഷി സംവദിക്കുന്നത്, ഗുരുനാഥൻ സംവദിക്കുന്നത് മറ്റൊരു സവിശേഷമായ രീതിയിലാണ്. അത് വളരെ ആന്തരികമായ ഒരു സംവേദനം കൂടിയാണ്. ഉള്ളിലുള്ള തത്വത്തെ ഉണർത്തുന്ന രീതിയിൽ നമ്മൾ ആശ്രയമറ്റവരല്ല. നമ്മൾ ഒരു എങ്ങുമെത്താതെ ഏതോ അഗാധഗർത്തങ്ങളിലേക്ക് പതിച്ചു പോകേണ്ടവരല്ല. നമുക്ക് ഭഗവാൻ തരുന്ന ഒരു താങ്ങുണ്ട്, ഒരു തണലുണ്ട് എന്ന് നിരന്തരം ഒരു സാധകനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളോട് ഗുരുനാഥന്മാർ സംവദിക്കുന്നു, ഭാഗവതം സംവദിക്കുന്നു, ഭഗവാൻ സംവദിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും മനനം എന്നത് ഒരുപക്ഷെ അതിൻ്റെ ഒരു വാക്യമനനമായിരിക്കും. ഒരു വാക്യത്തെ വാക്യാർത്ഥ മനനത്തേക്കാൾ അതിൻ്റെ ലക്ഷ്യാർത്ഥ മനനം നമ്മെ ഒരുപക്ഷെ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്താൻ സഹായിക്കും. അതാണ് പലപ്പോഴും നമ്മൾ ഒരു വാക്കിൽ ചിലപ്പോൾ ആ വാക്കിൻ്റെ ആനന്ദം നുകർന്ന് അതിൽ ഇരുന്നു പോകുന്ന അവസരങ്ങളും നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മനനമാണ് ഹംസഗുഹ്യം എന്ന ഈ ഭാഗം നമുക്കൊക്കെ തന്നത്. നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ചാരുത ഉണ്ടാവുന്നു എന്നതിൻ്റെ ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയായിരുന്നു എനിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, എനിക്ക് ഈ പഠനത്തിൻ്റെ ഘട്ടമാണ്, ഇതിലേക്ക് നമ്മൾ വരില്ലേ, ആ ഒരു ഘട്ടമാണ് ഏറ്റവും ഇഷ്ടം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വാക്കായി അത് പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അത് നമ്മുടെ ഉള്ളിൽ പരയായി, പശ്യന്തിയായി, മധ്യമയായി ഒക്കെ രൂപപ്പെടുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ചിന്തയായി, ആശയമായി നമ്മളിൽ
നിറയുന്ന ഒരു ഘട്ടമുണ്ട്. ഇതാണ് മനനത്തിലെ ഏറ്റവും രസമുള്ളൊരു ഘട്ടം. അപ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകണം എന്നുദ്ദേശിച്ചുകൊണ്ടാവും ഗുരുനാഥന്മാർ നമുക്ക് ഇത്തരം സാധക മനനങ്ങൾക്കുള്ള അവസരങ്ങൾ തരുന്നത് എന്ന് തോന്നുന്നു. അത്തരത്തിലൊരു സാധക ഗ്രൂപ്പിനോട് സംവദിക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മനനം നമ്മൾ ആരംഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കതൊന്ന് ഞാൻ ചൊല്ലാം, അതിനുശേഷം ഒന്ന് ഏറ്റു ചൊല്ലുക. 1 മുതൽ 4 വരെയുള്ള ശ്ലോകം. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ആരെങ്കിലും പുതിയവരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രജാപതി പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം ഉറക്കെ നമുക്ക് വേണ്ടി കൂടി പങ്കുവെക്കുന്നു. ആ സ്തുതിയാണ് ഹംസഗുഹ്യം എന്ന പ്രസിദ്ധമായ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമഃ പരായാവി തഥാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്തബന്ധവേ അദൃഷ്ടധാംനേ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ ദധേ സ്വയംഭുവേ. പരമപുരുഷനെയാണ് ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മളുടെ ഉപനിഷത്തുകളിലെയും പുരാണങ്ങളിലെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദാന്ത തത്വം മനനം ചെയ്യാനായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സ്തുതികളുടെയൊക്കെ ഒരു സ്വഭാവം, അത് ഏകദേശം ഒരു മഹാവാക്യങ്ങളുടെ ഘടനയെ പിന്തുടരുന്നു എന്നതാണ് ഒരു പ്രത്യേകത. മഹാവാക്യങ്ങളുടെ ഘടന നമുക്കറിയാം. ഇതിലൊരു സ്വരൂപവാക്യമുണ്ടാകും, ഒരു അനുസന്ധാന വാക്യമുണ്ടാകും, ഒരു ഉപദേശവാക്യമുണ്ടാകും, ഒരു അനുഭവ വാക്യമുണ്ടാകും, അല്ലേ? പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഈ മഹാവാക്യങ്ങൾ ഉപനിഷത്തിന്റെ സാരമാണ്. ഇത്തരം മഹാവാക്യങ്ങളുടെ ഘടന എപ്പോഴും അതിൽ ഏതിനെയാണോ നമ്മൾ മനനം ചെയ്യുന്നത്, ആ മനനം ചെയ്യുന്ന വസ്തുവിൻ്റെ സ്വരൂപം പറയുന്ന, എന്താണത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്വരൂപ കഥനമുണ്ടാകും. അതെങ്ങനെയാണ് സാധകൻ അനുസന്ധാനം ചെയ്യേണ്ടത്, സാധകൻ അതിലൂടെ എങ്ങനെയാണ് വാക്യസാധന ചെയ്യേണ്ടത് എന്ന ഒരു അനുസന്ധാന വാക്യമുണ്ടാവും. നമ്മെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു അനുസന്ധാന വാക്യമുണ്ടാകും, ഒരു ഉപദേശവാക്യമുണ്ടാകും. സ്വരൂപത്തെ നമുക്ക് ഗുരുമുഖത്തു നിന്ന് ഉപദേശിച്ചു തരുന്ന ഗുരുവിൻ്റെ അനുഭൂതിയെ നമ്മുടെ അനുഭൂതിയുമായി താദാത്മ്യം ചെയ്യുന്ന, ഗുരു ആശയങ്ങളുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്, സാക്ഷാത്കാരത്തിൻ്റെ ഉന്നത അനുഭൂതികളിൽ നിൽക്കുന്നയാളാണ് ഗുരു. ശിഷ്യൻ അല്ലെ, ഒരു മല സമതലങ്ങളിലേക്ക് വരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഉന്നതങ്ങൾ സമതലങ്ങളോട് സംസാരിക്കുന്നത് പോലെ ശിഷ്യനിലേക്ക് ഗുരു ഇറങ്ങി വരുന്ന ഒരു ഉപദേശവാക്യമുണ്ടാകും. മറ്റൊന്ന് അനുഭവവാക്യമുണ്ടാവും. അതിനെ അനുസന്ധാനം ചെയ്ത് മനനം ചെയ്ത ശിഷ്യൻ അത് ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ശിഷ്യന്റെ അനുഭവവാക്യമുണ്ടാകും. അതാണ് അഹം ബ്രഹ്മാസ്മി. തത്വമസി ഉപദേശവാക്യവും അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യവും ആണ്. ഇങ്ങനെ ഒരു ഘടന ഉപനിഷത്തുകളിൽ പിന്തുടരുന്നുണ്ട്. അത്തരമൊരു ഘടന നമുക്ക് ഇത്തരം നമ്മളുടെ എല്ലാ മനന സാധ്യതകളുള്ള കൃതികളിലും കാണാൻ സാധിക്കും. ഇവിടെ പരമപുരുഷൻ ആരാണ്, എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, എന്നിലെ സത്യസ്വരൂപനായ പരമപുരുഷൻ ആരാണ് എന്നാണ് ആദ്യമായി സ്വരൂപത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ കൃത്യമായി പരമപുരുഷൻ ആരാണ് എന്ന് പറഞ്ഞു തരുന്നു. അതിൽ ഒന്നാമത്തെ ലക്ഷണം, പരമപുരുഷൻ എന്താണ് എന്നതിലെ ഒന്നാമത്തെ ലക്ഷണം വളരെ മനനാത്മകമായ ഒന്നാണ്. നോക്കൂ, നമസ്കരിക്കുന്നു ആരെ? പരനെ. പരൻ ആരാണ്?
അവിതഥാനുഭൂതയേ. ആ വാക്യം മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായി മനനം ചെയ്തിരുന്നു. പക്ഷെ ആ വാക്യത്തിന് വലിയൊരു ചാരുതയുണ്ട്. അവിതഥാനുഭൂതയേ എന്നാണ്. അവിതഥമായ അനുഭൂതിയാണ് ബ്രഹ്മാനുഭൂതി. അവിതഥമായ അനുഭൂതിയാണ് ആത്മാനുഭൂതി. അവിതഥമായ അനുഭൂതിയാണ് ഞാൻ ആര് എന്ന് തിരിച്ചറിയുന്ന അനുഭൂതി. എന്താ അവിതഥം? തഥം സത്യം, വിതഥം അതിന്റെ ഓപ്പോസിറ്റ് അസത്യം അല്ലെങ്കിൽ മിഥ്യ. അപ്പൊ അവിതഥമോ? ആചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ ഒരു കൃതി കേട്ടിട്ടില്ല? അപരോക്ഷാനുഭൂതി എന്നാണ് ആചാര്യസ്വാമികൾ പറയുക. വേദാന്തത്തിന്റെ ഉന്നതമായ തലത്തിൽ വേദാന്ത ജിജ്ഞാസയെ, അനുഭവത്തെ പറയുമ്പോൾ പ്രത്യക്ഷാനുഭൂതി എന്നല്ല പറയാ, അപരോക്ഷാനുഭൂതി എന്നാ പറയാ. പ്രത്യക്ഷം, അതിന് വിപരീതമായത് പരോക്ഷം, അതിന് വിപരീതമായത് അപരോക്ഷം. പ്രത്യക്ഷം എന്നുള്ളതിനെ അപരോക്ഷാനുഭൂതി എന്നേ പറയൂ. അതുപോലെ തന്നെയാണ് ഇവിടെ അവിതഥാനുഭൂതയേ. ഇത് ഋഷിമാർ ഉപയോഗിക്കുന്ന വളരെ സവിശേഷമായ ഒരു മെത്തഡോളജിയാണ്. പറയേണ്ട അനുഭവത്തെ ഋഷി അനുഭവിച്ചു. അവിതഥമായ യാഥാർത്ഥ്യമായ ഒരു സത്യത്തെ തൻ്റെ മനനത്തിലൂടെ ഋഷി ദർശിച്ചു. അത് നമ്മളോട് പറയാതെ വയ്യ, അല്ലെ? പറയാതിരുന്നാലോ? അറിഞ്ഞവരൊക്കെ അത് പറയാതിരുന്നാലോ? നമ്മളോട് സത്യമെന്നൊന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ ദുഃഖത്തിൽ ജീവിച്ചു മരിച്ചു പോകും. സത്യം അറിഞ്ഞവരാരും അവരൊക്കെ പറയാറുണ്ട്, ഇത് വാക്കുകൊണ്ട് പറയാവുന്നതല്ല, ഇത് ചിന്ത കൊണ്ട് എത്താവുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ സത്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ആ സത്യത്തെ അവർ അവതരിപ്പിച്ചില്ലെങ്കിലോ? നമ്മളോട് ആരും അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച്, ഈ ലോകത്തിന്റെ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ ഒന്നുണ്ട്. ബുദ്ധൻ ചെയ്തത് അതാണ്. ഭഗവാൻ ശ്രീബുദ്ധൻ ദുഃഖത്തിൽ നിന്നും മോചനത്തിന് ഒന്നുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറിഞ്ഞവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ അറിഞ്ഞ ആനന്ദത്തിൽ ചിലപ്പോൾ പറയാനേ പറ്റില്ല. പഞ്ചസാരയുടെ മധുരം എത്രയൊക്കെ വ്യാഖ്യാനിച്ചാലും, എത്രയൊക്കെ പേജ് ഉപന്യാസം എഴുതിയാലും, എത്രയൊക്കെ വർണ്ണിച്ചാലും ഇന്നേ വരെ മധുരം അറിയാത്ത ഒരാൾക്ക് എന്താ മധുരം എന്നറിയാൻ പറ്റുമോ? മൂകാസ്വാദനവത് എന്ന് ശ്രീനാരദൻ ഭക്തിയെ നിർവചിക്കില്ലേ? മൂകനായ ഒരാള് അയാൾ ആസ്വദിച്ചു, ഒരു നല്ല അനുഭവം ഉണ്ടായി, എങ്ങനെ പറയും? പക്ഷെ ഋഷിമാർ അങ്ങനെ പറയണ്ട എന്ന് വെച്ചില്ല. ഋഷിമാർ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോലെ അനേകർ ദുഃഖത്തിന്റെ ലോകത്ത് പെട്ട് ആനന്ദമെന്നൊരു സാധ്യതയെ ഈ ലോകത്തില്ല എന്ന് കരുതി മരിച്ചു പോകും. അങ്ങനെ വരാതിരിക്കാനായി മനുഷ്യന് ആനന്ദത്തിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതാണ് ദാ ഇതുപോലെ. നേരിട്ട് പറയാൻ വയ്യ, പറയാനും വയ്യ, പറയാതെയും വയ്യ. പറഞ്ഞാൽ അത് പൂർത്തിയാവില്ല, അനുഭവിക്കാതെ പൂർത്തിയാവില്ല. പക്ഷെ പറയാതെയും വയ്യ എന്ന അവസ്ഥ വന്നപ്പോഴാണ് പ്രത്യക്ഷത്തിലുണ്ടാകുന്ന ഈശ്വര ദർശനത്തെ, ആത്മാനുഭൂതിയെ അപരോക്ഷാനുഭൂതി എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചം എന്താണെന്ന് ചോദിച്ചപ്പോ ഋഷിക്ക് നമ്മളോട് പറയണമെന്നുണ്ട്. പക്ഷേ ആ വാക്ക് എത്രമാത്രം പരിമിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു, ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോ, ഈ പ്രപഞ്ചം നിങ്ങൾ കാണുന്നത് പോലെ ദ്വൈതമല്ല. അതല്ലേ പറഞ്ഞു തന്നത്? ദ്വൈതമല്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലെ? അദ്വൈതം എന്നേ പറഞ്ഞുള്ളൂ, എന്താണ് എന്ന് പറയാൻ വയ്യ. അപ്പൊ സ്വരൂപത്തെ പറയാനും വയ്യ, സ്വരൂപം അനുഭവിക്കേണ്ടതാണ്, എന്നാൽ പറയാതെയും വയ്യ. പറയാതെ ഇരുന്നാൽ ഈ ലോകം ദുഃഖത്തിൽ അണ്ടുപോകും. അതുകൊണ്ട് ഋഷി പറഞ്ഞു, ആത്മസ്വരൂപം അവിതഥാനുഭൂതിയാണ്. തഥം വിതഥം അവിതഥം. അപ്പൊ സത്യം എന്ന് തന്നെ മനസ്സിലായില്ലേ? അപ്പോ എപ്പോഴും ഋഷിമാർ അപരോക്ഷാനുഭൂതിയെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് നെഗറ്റീവ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന അത് ഉണ്ടാകുന്നതാണ്, അത് ഉൽപ്പന്നമാകുന്നതാണ്, നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്
അത്തരം പദാവലികൾ ഋഷിമാർ വളരെ ബോധപൂർവം ബ്രഹ്മസ്വരൂപത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഋഷി തിരഞ്ഞെടുത്ത പദത്തിൽ പോലും ഒരു അനുഭൂതിയുടെ ഉന്നതമായ സ്പർശമുണ്ട്. അത് പറഞ്ഞത് നമ്മളോടുള്ള അപാരമായ ആനന്ദം, അപാരമായ കാരുണ്യം കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതിനെ മനനം ചെയ്തപ്പോൾ എനിക്ക് മനോഹരമായിട്ടുള്ളൊരു കവിതാശകലം കിട്ടി. അതൊന്ന് പങ്കുവെക്കാതെ പോകാൻ വയ്യ. അത് മഹാകവി അക്കിത്തത്തിൻ്റെ ആണ്. കേട്ടിട്ടുണ്ടാവും. അക്കിത്തത്തിൻ്റെ അനശ്വരന്റെ ഗാനം എന്നൊരു കവിതയുണ്ട്. വലിയ ആത്മാനുഭൂതിയിൽ നിന്ന് അക്കിത്തം ഒരുപക്ഷെ എഴുതിയതായിരിക്കാം അത്. ആ അനശ്വരന്റെ ഗാനം എന്ന കവിതയിലെ ഒരു ചെറിയൊരു കവിതയാണ്, വളരെ ചെറിയ 6-7 വരികളുള്ളൊരു കവിതയാണ്. അതിൽ അക്കിത്തം പറയുന്ന, നമ്മളാരും നിരാലംബരല്ല, ഋഷിയുടെ ഗുരുക്കന്മാരുടെ അപാരമായ കാരുണ്യത്താൽ സത്യം അറിഞ്ഞവരാണ്. സത്യം വിളിച്ചു പറഞ്ഞ ഋഷി, ആ കാരുണ്യം കൊണ്ട് സത്യം അറിഞ്ഞവരാണ് നമ്മൾ എന്ന് അക്കിത്തം ഒരിക്കൽ പറയുകയുണ്ടായി. അനശ്വരന്റെ ഗാനം എന്നുള്ള കവിത ഇങ്ങനെയാണ്: കണ്ണടയുന്നു, കാതടയുന്നു, കാലിടറുന്നു, വീഴുന്നു. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ജീവിതമെന്ന ദുഃഖത്തിൽപ്പെട്ടിട്ട് അടഞ്ഞു പോകുന്നുണ്ട് കണ്ണുകൾ, കാലിടറുന്നുണ്ട്, കേൾക്കണ്ടാത്ത പലതും കേട്ട് കാതടഞ്ഞു പോകുന്നുണ്ട്, വീണു പോകുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും. പക്ഷേ ഒരു പ്രതീക്ഷയുടെ സ്പന്ദം ഉള്ളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് മഹാഋഷിയായ ഒരു കവി നമ്മളോട് പറയുകയാണ്, പക്ഷേ വീണത്. അക്കിത്തത്തിന്റെ രസകരമായിട്ടുള്ളൊരു പ്രയോഗമാണ് അടുത്തത്. ഭൂതസർവസ്വപ്രീണനൈകപരായണേ. ദേവിയെ വിളിക്കുകയാണ്. ഭൂതസർവസ്വപ്രീണനൈകപരായണേ. അമ്മേ, ഭൂതസർവസ്വപ്രീണനം മാത്രം പരമമായ ലക്ഷ്യമായി വെച്ചിട്ടുള്ള അല്ലയോ ദേവി, മൃത്തിലല്ലല്ലോ, ഞാൻ മരണത്തിലേക്കല്ലല്ലോ അമ്മേ വീണത്, ഞാൻ അജ്ഞതയിലേക്കല്ലല്ലോ അമ്മേ വീണത്, ഞാൻ അന്ധകാരത്തിലേക്കല്ലല്ലോ അമ്മേ വീണത്, താവകാനന്ദ വിസ്തൃതോരസ്സിലേക്കാണല്ലോ. കാലിടറുന്നുണ്ട്, കണ്ണടയുന്നുണ്ട്, മനസ്സ് പതറുന്നുണ്ട്, ജീവിതത്തിൽ വീണു പോകുന്നുണ്ട്. പക്ഷേ ഭൂതസർവസ്വപ്രീണനൈകപരായണയായ അല്ലയോ ദേവി, ഞാൻ വീണത് അഗാധമായ അജ്ഞതയുടെ ഗർത്തത്തിലേക്കല്ലല്ലോ, ആലംബമില്ലാത്ത ഒരിടത്തേക്കല്ലല്ലോ ഞാൻ വീണത്, ആശ്രയമില്ലാത്ത ഒരിടത്തേക്കല്ലല്ലോ ഞാൻ വീണുപോയത്, താവകാനന്ദ വിസ്തൃതോരസ്സിലേക്കാണല്ലോ. ഈ ആനന്ദ വിസ്തൃതോരസ്സിലേക്ക് ഓരോ സാധകനെയും സ്വാഗതം ചെയ്യുകയാണ് ഋഷിവാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം മനനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, ആനന്ദം ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അത് ഒന്ന് ആസ്വദിക്കൂ. വീഴരുത്, തകരരുത്, തളരരുത്. നിങ്ങൾക്ക് ആസ്വദിക്കാനായാണ് ആനന്ദം ഇവിടെ ഉണ്ട് എന്ന് ആകാവുന്നത്ര ഉച്ചത്തിൽ ഋഷിമാർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഗവതമോ ഉപനിഷത്തോ ഏതൊരു കൃതി മനനം ചെയ്യുമ്പോഴും ഈ അവ്യാജ കാരുണ്യത്തിന്റെ മുന്നിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ലളിതാ സഹസ്രനാമത്തിലെ ഏറ്റവും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രം എന്താന്നൊക്കെ ചോദിക്കാൻ പാടില്ല, അതൊക്കെ കുട്ടികളുടെ കളിയാണ്. എന്നാലും ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഏറ്റവും അവസാനം കരഞ്ഞു പോകുന്ന ഒരു മന്ത്രം അവ്യാജ കരുണാമൂർത്തയെ നമഃ എന്നുള്ള മന്ത്രത്തിലാണ്. കാരണം വ്യാജ കാരുണ്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ മുഴുവൻ കാണുന്നത്. വ്യാജ സ്നേഹങ്ങൾ കണ്ടു നിറഞ്ഞ ഒരു ലോകത്തിൽ അവ്യാജ കാരുണ്യം എന്നൊരു സാധ്യതയെങ്കിലും ഉണ്ടല്ലോ എന്നത് വലിയ ധൈര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരമമായ തത്വത്തെ ഋഷി നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ അത് ഈ അവ്യാജ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതിൽ വിശ്വസിക്കൂ, ഋഷിയുടെ അവ്യാജ കാരുണ്യത്തിൽ വിശ്വസിക്കൂ, ധൈര്യമായിരിക്കൂ. നാം വീണാൽ
അല്ലെ? പണ്ട് സർക്കസിന് ട്രപ്പീസ് കളിക്കുമ്പോ താഴെ നമുക്ക് പേടിയായിരുന്നു, ഇയാൾ വീണ എന്ത് ചെയ്യും? കുട്ടിക്കാലത്തൊക്കെ സർക്കസ് കാണുമ്പോ കുറച്ച് കഴിയുമ്പോൾ അവർ ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമുക്ക് ഭയമായിരുന്നു ഇയാൾ വീണ എന്ത് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ധൈര്യം കിട്ടിയത് ആ കോമാളി ഇല്ലേ, അയാളൊരു ധൈര്യമായിട്ട് താഴേക്ക് വീഴും. അപ്പൊ അയാളെ പിടിക്കാൻ അവിടെ ഒരു വലിയ നെറ്റ് കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ കേറിയാൽ വീഴും, ഉറപ്പാണ്. പക്ഷെ വീണത് താവകാനന്ദ വിസ്തൃതോരസ്സിലാണല്ലോ, മൃതിയിലേക്കല്ലല്ലോ. ആ ആനന്ദ വിസ്തൃതോരസ്സാണ് നാം പരിചയപ്പെടാൻ പോകുന്ന ആത്മദർശനം. നോക്കൂ, ഈ ആരാണ് പരമപുരുഷൻ എന്ന് അവിതഥാനുഭൂതയെ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ അധൃഷ്ടതാമേ ഗുണതത്വബുദ്ധിഭൃതിവൃത്തമാനായ ദധേ സ്വയംഭുവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരമതത്വത്തെ, പരത്വത്തിന് ഹേതുക്കളെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നു. അവിതഥ അനുഭൂതിയാണ് ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ. ജീവനും അതിൻ്റെ ഗുണത്രയങ്ങൾ മൂലം ഭാസിക്കുന്ന ഈ പ്രകൃതിക്കും ബന്ധുവായിരിക്കുന്നവനെ. ഇനി ഗുണത്തിൽ തത്വം വെച്ചുകൊണ്ട്, ഗുണങ്ങളിൽ, പ്രകൃതിയുടെ മായകളിൽ, ഗുണത്തിൻ്റെ പ്രസരങ്ങളിൽ, വ്യാപ്തികളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും അദൃഷ്ടധാംനെ, ദർശിക്കാൻ സാധിക്കാത്തവനെ, നിവൃത്തമാനനായവനെ, യാതൊരു വിധത്തിലുള്ള മാനങ്ങളെ കൊണ്ട്, പ്രമാണങ്ങളെ കൊണ്ട് അളക്കാനാകാത്തവനെ, തിരിച്ചറിയാനാകാത്തവനുമായ പരമതത്വത്തിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്തുതി ആരംഭിക്കുന്നത്. വളരെ മനോഹരമായി ഞാൻ ആ ഒരു വാക്കൊന്ന് മനനം ചെയ്തു എന്നേ ഉള്ളൂ, ഋഷിയുടെ ഒരു സമ്പ്രദായം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ജീവൻ തൻ്റെ പരമാത്മബന്ധം അറിയുന്നില്ല. ജീവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ, സ്നേഹങ്ങളിലൊക്കെ ഇടപെട്ടു പോകുമ്പോൾ തനിക്ക് ഈ താൻ വീഴുമ്പോൾ ശൂന്യതയിലേക്ക് വീഴുന്നു എന്ന് ജീവൻ ധരിക്കുന്നു. പക്ഷേ താൻ നിലനിൽക്കുന്നത് തന്നെ, അല്ലെ? ഞാനൊരു രസമായിട്ടുള്ളൊരു ഇത് പറഞ്ഞിരുന്നു, ഒരു കടലിനുള്ളിൽ കിടക്കുന്ന ഒരു മത്സ്യം, അതിൻ്റെ കൊച്ചു മത്സ്യം അതിൻ്റെ അമ്മ മത്സ്യത്തോട് ചോദിക്കുകയാണ്, അമ്മേ നമ്മളിപ്പോൾ എവിടെയാ? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ വെള്ളത്തിലാണ്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കടൽ എന്നൊന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ നമുക്ക് ആ കടൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? അപ്പൊ അമ്മ പറഞ്ഞു, നമ്മളതിന് കടലിനുള്ളിലല്ലേ. അപ്പൊ കടലിനുള്ളിൽ നിൽക്കുന്ന ചെറു മത്സ്യത്തിന് താൻ നിരന്തരം ഇടപഴകി കൊണ്ടിരിക്കുന്നത് കടലിനുള്ളിൽ തന്നെ ജീവിക്കുമ്പോഴും കടലാണ് താനെന്ന്, താൻ കടലിലാണെന്ന് മത്സ്യം അറിയാതെ കടൽ അന്വേഷിച്ചു കിടക്കുക. കടലെവിടെയാ അമ്മേ എന്നന്വേഷിക്കുന്നത് പോലെ. അപ്പൊ അമ്മ പറയണു, നമ്മൾ കടലിനുള്ളിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഈ ദേഹവും ഗുണങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് നാം അദൃഷ്ടധാമാവാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് തത്വത്തെ അറിയാത്തത്? അത്യന്തമായി ഈ ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ആ തത്വത്തെ അറിയുന്നില്ല. നമ്മളൊക്കെ ഞാൻ ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ്, ഇന്ന കുടുംബമാണ്, ഇന്ന തൊഴിലാണ് എന്നൊക്കെ എന്നെ അങ്ങോട്ട് വല്ലാതെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. അതാണ് അടുത്ത ശ്ലോകം. നയസ്യ സഖ്യം പുരുഷോ വൈതി സഖ്യുഹു. കോളേജിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടെ ഉറക്കെ വായിക്കണം എന്നൊക്കെ പറയാമായിരുന്നു. സംസ്കൃതം വായിച്ചാലേ, സംസ്കൃത വാക്യങ്ങൾ ഉച്ചരിച്ചാൽ ഉള്ളിലെ അഗ്നി ജ്വലിക്കും എന്നാ പറയാ. അതിന് നമ്മുടെ ഉള്ളിലത്തെ സൂക്ഷ്മമായ ചൈതന്യത്തെ ജ്വലിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പണ്ടൊക്കെ കൊച്ചുങ്ങളോടൊക്കെ അമ്മമാര് പറഞ്ഞു കൊടുത്തിട്ടില്ലേ, ഇപ്പൊ കുട്ടികൾ പറയും അമ്മമാരെ ഉറക്കെ വായിക്കൂ എന്ന്. പണ്ട് മക്കളെ കൊണ്ട് വായിപ്പിച്ചിട്ടില്ലേ, നല്ല ഉറക്കെ വായിക്കാം, അമ്മ അടുക്കളയിൽ ഇരുന്ന് കേൾക്കണം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഞങ്ങള് കുട്ടികൾ പറയുന്നു, ഇനി കൂടെ ഉറക്കെ വായിച്ചാൽ ഒരു ഊർജ്ജസ്വലത ഉണ്ടാവും. നയസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യുഹു
സഖാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. തസ്മൈ മഹേശായ നമസ്കരോമി അല്ലെ. ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ അദൃഷ്ടധാംനേ എന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ മനനമാണ് ഈ ശ്ലോകം. കാണപ്പെടാത്തവനെ, എന്തുകൊണ്ടാണ് അവനെ കാണാൻ സാധിക്കാത്തത്? അവനുള്ളിലാണെങ്കിലും നാം എന്തുകൊണ്ടാണ് അവനെ കാണാത്തത്? അപ്പൊ പറയുന്നു, ഈ ശരീരത്തിൽ വസിക്കുന്ന, ഈ പുരത്തിൽ വസിക്കുന്ന ജീവന് തനിക്ക് തന്നെ ഭോഗത്തിനും മോക്ഷത്തിനും കാരണമായ അത് രണ്ടും സാധിപ്പിക്കുന്ന ഏറ്റവും അടുത്ത സഖാവിനെ നമ്മൾ അറിയുന്നില്ല അല്ലെ. അതിപരിചയാതെന്നൊക്കെ പറയില്ലേ, എന്നും കാണുന്ന ഈ ശരീരത്തെ, എന്നും നമ്മളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നാം ഓർമ്മ വച്ച കാലം മുതൽ നമുക്ക് പരിചയമായ എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്നത് എന്നെയല്ലേ അല്ലേ. അപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ്. ആരോ ഒരു കെ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ ആണെന്ന് തോന്നുന്നു, ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറയും. നിങ്ങൾക്ക് ആരെയാ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ അല്ലേ, അത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും അടുപ്പമുള്ളത് എന്നോട് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ ഞാൻ ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആരാന്ന് ചോദിച്ചാ അല്ലെ, ശങ്കരാചാര്യര് ഗോവിന്ദപാദര് ചോദിച്ചു, ആരാ നീ കുഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു, ന ഭൂമർ ന തോയം ന തേജോ ന വായു ന ഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ. ഇതൊന്നുമല്ല ഞാൻ. ഏറ്റവും അവസാനം ഉറപ്പിച്ചു പറഞ്ഞു, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആരാ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ പുറമെ ഉള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി ലക്ഷ്മിയാണെന്ന് പറയുകയും ഉള്ളിൽ ആനന്ദഘനനായ ഒരു തത്വമാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിന്റെ ആനന്ദക്കട്ടയുടെ ഒരു കഷ്ണം എങ്ങനെയോ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഒരിക്കലും തീരാത്ത സന്തോഷമുള്ളത്. എത്രയൊക്കെ ദുഃഖങ്ങൾ വന്നാലും ഞാൻ തിരിച്ചു വരുന്നത് ആനന്ദത്തിലേക്കാണ്. എത്രയൊക്കെ അഗാധ ഗർത്തത്തിലേക്ക് പോയാലും ഞാൻ തിരിച്ചു വരുന്നത് ആനന്ദത്തിലേക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാനെ കാണപ്പെടുന്നില്ല? ഈ ദേഹത്തിൽ ബുദ്ധി വെച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മഹേശനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ശ്ലോകത്തിലെ അദൃഷ്ടധാംനേ എന്നതിൻ്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ ശ്ലോകം. മൂന്നാമത്തെ ശ്ലോകം നമ്മൾ എടുത്തിരുന്നു, നമുക്കതൊന്നുകൂടെ വായിക്കാം. ദേഹോ അസവോ അക്ഷ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ന വിദു പരം യത്. നാത്മാനമന്യം ച വിദു പരം യത്. സർവം പുമാൻ വേദ ഗുണാംശ്ച തജ്ഞോ ന വേദ സർവജ്ഞമനന്തമീഡേ. ഇതും ആ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ്. ദേഹം അസവഹ, പ്രാണങ്ങള്, പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അന്ധക്കരണങ്ങള്, ഭൂതങ്ങള്, അവയുടെ പഞ്ചതന്മാത്രകള്, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ജീവൻ. ഈ ദേഹത്തിൽ ഈ ജഡം ചൈതന്യം എന്നുള്ള രണ്ട് വിഭാഗത്തെയാണ് അവിടെ കൃത്യമായി പറയുന്നത്. എന്താണ് ജഡം, എന്താണ് ചൈതന്യം? ഇതാണ് വേദാന്ത ജിജ്ഞാസയിലൂടെ ഒരാൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ വിവേകബുദ്ധി എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ സത്യമായത് എന്താണ്, ഇതിൽ നശിച്ചു പോകുന്നത് എന്താണ്? ഈ കാണുന്ന ഈ ദേഹവും ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ ചൈതന്യമായ ഒന്നിൻ്റെ സാന്നിധ്യത്താൽ മാത്രം നിലനിൽക്കുന്നതാണ്. സത്തുണ്ടെങ്കിൽ മാത്രമേ
ആ ചൈതന്യം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന എല്ലാത്തിനും അസ്തിത്വമുള്ളൂ. ആ വിവേകജ്ഞാനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു. ഈ ദേഹമായി വിസ്തരിച്ചത്, ഈ പ്രപഞ്ചമായി വിസ്തരിച്ചത്, അതിനുള്ളിലെ ചൈതന്യം, ഈ രണ്ടിനെയും തിരിച്ചറിയാനുള്ള വിവേകജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ, നിത്യാനിത്യ വസ്തു വിവേകമാണ് വേദാന്ത പഠനത്തിനുള്ള ഏറ്റവും ആദ്യത്തെ അധികാരിത്വം അല്ലെ. ഏത് പഠിക്കാനും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിഗ്രി പഠിക്കണമെങ്കിൽ +2 പാസ്സാവണം എന്ന് പറയുന്നത് പോലെ വേദാന്ത മനനത്തിന് അടിസ്ഥാനപരമായി ഒരു സാധകൻ ഉണ്ടാവേണ്ടത് നിത്യമേത് അനിത്യമേത്. ഇത് നിത്യാനിത്യങ്ങളെ മിഥുനീകരിച്ചിട്ടാണ് നമ്മൾ വ്യവഹരിക്കുന്നത് അല്ലെ. ആചാര്യസ്വാമികള് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിന്റെ ഉപോദ്ഘാത ഭാഷ്യത്തില്, ആമുഖ ഭാഷ്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യരുടെ വ്യവഹാരം മുഴുവനും നിത്യാനിത്യങ്ങളെ മിഥുനീകരിച്ചിട്ടാണ്, അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ വ്യവഹരിക്കുന്നത്. ഞാൻ എന്ന് നമ്മൾ ഈ ദേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് നിത്യവസ്തു, ഇതിലേതാണ് അനിത്യവസ്തു, ഇതിലേതാണ് നശിക്കുന്നത്, ഇതിലേതാണ് നശിക്കാത്തത് എന്ന് വളരെ കൃത്യമായി മനനം ചെയ്ത് ഉറപ്പിച്ചാൽ ഈ ഗ്രന്ഥകോടിഭിഹി, ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ ഈ ഗ്രന്ഥകോടികളിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിലേതാണ് സത്യം, ഇതിലേതാണ് അനിത്യം എന്ന് തിരിച്ചറിയൂ. അപ്പോ അനിത്യമായത് നശിച്ചാൽ നമ്മൾ ദുഃഖിക്കില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കുട്ടിയും അമ്മയും കൂടെ ബലൂൺ വീർപ്പിച്ചു, കുട്ടിയുടെ ബലൂൺ വലുതായി വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. കുട്ടി അങ്ങോട്ട് ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം അവന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ആ വളർന്നു വന്ന ബലൂൺ. അമ്മ ബലൂൺ, നമ്മളാരെങ്കിലും ബലൂൺ പൊട്ടുമ്പോൾ വിഷമിക്കും ഇല്ല, നമുക്ക് ഉറപ്പുണ്ട് അതിപ്പോ തന്നെ പൊട്ടും, കുറച്ചും കൂടെ വലുതാവുമായിരിക്കും, കൂടുതൽ വലുതാവും തോറും അത് പൊട്ടുന്ന നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി ധരിച്ചിരിക്കേണ്ടത് ഇതിന്റെ സ്വഭാവം. അമ്മ പറയായിരുന്നു, അമൃതാനന്ദമയ്യമ്മ പറയായിരുന്നു, ഒരു ചുള്ളിക്കമ്പിൽ ഇരിക്കുമ്പോ കിളിക്ക് ഉറപ്പുണ്ട് ഒരു കാറ്റ് വരും, ഈ ചുള്ളിക്കമ്പ് ഒടിയും, ഞാൻ പറക്കണം. കാരണം കിളി വിശ്വസിക്കുന്നത് ചുള്ളിക്കമ്പിലല്ല, തൻ്റെ ചിറകിലാണ്. ഒടിയാനുള്ളതാണ് ചുള്ളിക്കമ്പ് എന്ന് ഉറപ്പിച്ചാൽ ചുള്ളിക്കമ്പ് ഒടിയുമ്പോൾ നമ്മൾ ആരും അയ്യോ അത് ഒടിഞ്ഞു പോയല്ലോ എന്ന് വിഷമിക്കില്ല. അപ്പൊ ലോകത്തിന്റെ സ്വഭാവം അനിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അനിത്യമായത് നശിക്കുമ്പോൾ കുട്ടി കരയും, അമ്മ വളരെ സ്വാഭാവികം. ഈ ജീവിതത്തിലെ ഏതനുഭവത്തെയും അനിത്യമായതാണ്, അത് നശിക്കും എന്ന് സ്വാഭാവികമായി മനനം ചെയ്യണം നമുക്ക് സാധിക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് സാധിച്ചു എന്ന് വരില്ല അല്ലെ. ആ അനുഭവം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നിരന്തരമായ വിചാരത്തിലൂടെ, ഓരോ സത്സംഗവും അതിനു വേണ്ടിയിട്ടാണ്. ഓരോ സത്സംഗവും ഒരു കാര്യം മാത്രമേ നമ്മെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ആയിരക്കണക്കിന് വാക്കുകളിലൂടെ, ആയിരക്കണക്കിന് ജിഹ്വകളിലൂടെ, അനേകമനേകം ഗുരുനാഥന്മാരിലൂടെ, അനേക പരമ്പരകളിലൂടെ, അനേക യുഗങ്ങളായി ഭാരതം ഇവിടുത്തെ സാധകന്മാരോട് ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയണം, നിത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് നിത്യമായതിനെ പിടിക്കണം, അനിത്യമായതിനെ ത്യജിക്കാനുള്ള ആത്മവിശ്വാസം വേണം. അതുകൊണ്ടാണ് വേദാന്തം ദുർബലന്റെ ജീവിതമല്ലെന്ന് പറയുന്നത്. വേദാന്തം ധീരനോടുള്ള ഉപദേശമാണ്. വേദാന്തം അങ്ങേയറ്റത്തെ അപാരമായ ധൈര്യമുള്ളവനോടുള്ള ഉപദേശമാണ്. കാരണം നാം പിടിച്ചിരിക്കുന്നത്, വീണത് താവകാനന്ദ വിസ്തൃതോരസ്സിലാണല്ലോ, മൃതിയിലേക്കല്ലല്ലോ. ഞാൻ പിടിച്ചിരിക്കുന്നത് നിത്യമായതിലാണ്, പിന്നെ അനിത്യമായത് പോയാൽ എനിക്കെന്താണോ? അതുകൊണ്ടാണ് എപ്പോഴും നമുക്കിപ്പോൾ ലോക ജീവിതത്തിൽ പരിചയമുള്ള അനിത്യമായത് നഷ്ടപ്പെടുന്നത് മരണമാണ് അല്ലെ. മരണം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാധനയുടെ ഇടമാണ്. എന്നോടെപ്പോഴും
പീയൂഷ് പറയും, ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മളെപ്പോഴും കാണാറില്ലേ, മരണ വീട്ടിൽ പോയാൽ മരിച്ചത് എങ്ങനെയാണെന്ന് അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ നമ്മളോട് പറയും. അത് അവർക്കുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയായിരിക്കും. അപ്പം എന്നോട് എപ്പോഴും പീയൂഷ് പറയാറുണ്ട്, ഒരു മരണ വീട്ടിൽ പോയാൽ സാധിക്കുമെങ്കിൽ കുറച്ചു നേരം മാറിയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ശരീരം അവിടെ ഉണ്ടാവുമല്ലോ, നിശബ്ദമായിട്ട് ആരോടും സംസാരിക്കാതെ കുറച്ചു നേരം നിശബ്ദമായി ഒന്ന് ധ്യാനിക്കാൻ ഏറ്റവും നല്ല ഒരവസരം ഒരു മരണം എന്ന് പറയുന്ന ജീവിതത്തിലെ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നടക്കുന്ന ഒരിടം, ഒരു സാധനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. അവിടെ പോയി സംസാരിക്കരുത്. ആ ജീവന്റെ ഒരു വലിയ ക്രമം പൂർത്തിയാക്കി അനിത്യമായതിനെ അവിടെ ഇട്ടിട്ട് നിത്യമായതിലേക്ക് ആ ജീവൻ പ്രയാണം ചെയ്തത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയൊരിടമാണ്. അങ്ങനെയുള്ള നിത്യ അനിത്യ ജഡ ജീവ വ്യത്യാസങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ആ ശ്ലോകം അവസാനിക്കുന്നത്. അടുത്തത് കൂടി നമുക്കൊന്ന് മനനം ചെയ്യാം. യദോപരാമോ മനസ്സോ നാമരൂപ. നാമരൂപ ഇപ്പുറത്തേക്ക് എടുക്കണം, അപ്പൊ ഒന്നുകൂടെ ചൊല്ലാൻ പറ്റും. നാമരൂപരൂപസ്യ ദൃഷ്ടസ്മൃതി സംപ്രമോഷാത് യ ഈയതേ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചി സത്മനേ നമഃ. ഹംസായ തസ്മൈ ശുചി സത്മനേ നമഃ എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരിട്ട് ഹംസരൂപത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ സ്വപ്രകാശത്വത്തെ കുറിച്ചിട്ടുള്ള മനനമാണ് ഈ ശ്ലോകത്തിൽ നടക്കുന്നത്. ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിലും, ചൈതന്യം ഉള്ളിലുണ്ടെങ്കിലും, ഈ ചൈതന്യത്തിൻ്റെ എല്ലാ സാധ്യതകളും നമ്മളിൽ തുല്യമാണ്. ചൈതന്യത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാവില്ല അല്ലെ. ഉറുമ്പിൽ കുറച്ചും മനുഷ്യരിൽ ആനയിൽ കൂടുതലും ഒന്നും ഉണ്ടാവില്ല അല്ലെ. മനുഷ്യരിൽ ചിലരിൽ കൂടുതൽ അല്ലെ, ചില ജാതിയിൽ കൂടുതൽ, ചില മതത്തിൽ കൂടുതൽ, സാധാരണക്കാരിൽ കുറവ്, ഇതൊന്നും ഉണ്ടാവില്ല. വിവേചനമില്ലാത്ത ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജീവന്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ബാക്കി എന്തിലും വിവേചനം വരാം. വണ്ണത്തിൽ വരാം, പൊക്കത്തിൽ വരാം, സമ്പത്തിൽ വരാം, അധികാരത്തിൽ വരാം, സൗന്ദര്യത്തിൽ വരാം, പദവിയിൽ വരാം, ഒക്കെ വരാം. ലോകമുണ്ടാക്കിയ എല്ലാ വിഭജനത്തിലും നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നൊക്കെ സോഷ്യലിസം പറയുമെങ്കിലും ലോകം നിർമ്മിച്ച എല്ലാ വിഭജനത്തിലും ഡിസ്ട്രിബ്യൂഷനിലും കൃത്യത വരില്ല. അത് മനുഷ്യന്റെ വിഭജനമാണ്. പക്ഷേ ഒറ്റ വിഭജനത്തിൽ മാത്രമേ, ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ കൃത്യതയുള്ളൂ. അത് ഒന്ന് കർമ്മഫലത്തിന്റെ വിഭജനത്തിലാണ് അല്ലെ. കർമ്മഫലത്തിന്റെ വിഭജനത്തിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. കൃത്യമായി അവനവനുള്ളത് അവനവനെടുക്കാം, അവനവന് നേടിയ കർമ്മത്തിന് അവനവൻ എടുക്കാം. ആ ഡിസ്ട്രിബ്യൂഷൻ അത് പ്രകൃതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരില്ല. തുല്യമായി വിഭജിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ജീവന്റെ സാധ്യത മാത്രമാണ്. ഈ സാധ്യതയ്ക്ക് മുന്നിൽ എറുമ്പും, അതുകൊണ്ടാണ് ഒരു പീഡ എറുമ്പിനും ചെയ്യരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അവനും ഞാനും ഭവാനും, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ എന്ന് ചോദിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവനവന്റെ ഉള്ളിലെ ഈ ഒരു ആത്മതത്വത്തെ എന്തുകൊണ്ടാണ് നാം അറിയാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നു, അത് വളരെ രസകരമായിട്ടുള്ള ഒരാളുടെ കളി കൊണ്ടാണ് അല്ലെ നാം ആ തത്വത്തെ അറിയാതിരിക്കുന്നത്. നാമരൂപരൂപനായ മനസ്സ്, നാമരൂപങ്ങളെ ഉണ്ടാക്കുന്ന മനസ്സിന് നല്ല ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല അല്ലെ. കവിയോടാണ് ഋഷിമാരൊക്കെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. നാമങ്ങൾ ഉണ്ടാക്കുക, നാമത്തിനനുസരിച്ച് പൂച്ച എന്ന് പറയുമ്പോൾ പൂച്ചയുടെ ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടാക്കി തരിക, ഉള്ളിലുണ്ടാക്കി തരിക അല്ലെ. പുതിയ പുതിയ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ നാമവും രൂപവും കമ്പൈൻ ചെയ്ത് നാമരൂപങ്ങളെ സൃഷ്ടിക്കുക, സംശയമുണ്ടാക്കുക, വിപര്യം മിഥ്യാധാരണ ഉണ്ടാക്കുക, സങ്കല്പിക്കുക. ഓ, ഇങ്ങനെ അവൻ അങ്ങനെയായിരിക്കും, അയാൾ ഇതായിരിക്കും, സങ്കല്പിക്കുക, വികൽപ്പിക്കുക, സ്മരണയുണ്ടാക്കുക.
ഞാൻ ഒരിക്കലും മറക്കില്ല എന്നോട് ചെയ്തത്. ഞാൻ പൊറുക്കും, പക്ഷെ ഞാൻ മറക്കില്ല. മറക്കാൻ സാധിക്കുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പ്രത്യേകിച്ചും ഞാൻ എന്നോട് ചെയ്ത ഒരു ദുഷ്ടതയും മറക്കില്ല എന്ന് പറയണവരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമസ്കാരം സാറിന് മാത്രം മറുപടി പറയുക. എന്നോട് ചെയ്ത ഒന്നും ഞാൻ മറക്കില്ല. മറക്കാൻ സാധിക്കാത്തത് മുഴുവനും ഉള്ളിൽ നിറഞ്ഞ് 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 ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദമുള്ള നിമിഷങ്ങളെ നമ്മൾ നശിപ്പിക്കും. അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ കളിയാണ്. ഈ സ്മരണ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹവുമാണ്. കൃതജ്ഞതയോടെ സ്മരിക്കുക. നമുക്ക് ഓരോ ദിവസവും ഉണ്ടായ നന്ദിയോടെ നമുക്ക് ഓരോ ദിവസവും ഉണ്ടായതിനെ, അനുഗ്രഹങ്ങളെ സ്മരിക്കുക. വെറുപ്പിനെ, വിദ്വേഷത്തെ, കാലുഷ്യത്തെ, ദുഷ്ടിനെ മറന്നേക്കുക. നമ്മളോട് ക്രൂരത ചെയ്ത ഒരാളെ പോലും പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റിയാൽ ഒന്ന് പുറത്ത് തട്ടി സ്വയം നമുക്ക് പറയാം, ജയിച്ചു. എവിടേക്കോ നമ്മൾ ജയിച്ചു. ഇത്രയും നാള് കേട്ടതൊന്നും വെറുതെ ആയില്ല. എല്ലാ സെക്കൻഡ് സാറ്റർഡേ സത്സംഗത്തിന് വന്നതും തത്വസമീക്ഷയ്ക്ക് വന്നതും ഒന്നും വെറുതെ ആയില്ല. അയാളോട് മനസ്സിൽ പൊറുക്കാൻ സാധിച്ചല്ലോ. കൺഗ്രാജുലേഷൻസ്. ആരും പറയില്ല, അത് നമ്മളങ്ങ് പറഞ്ഞേക്കുക. അതൊരു വലിയ മനനമായിട്ട്, വലിയ സാധനയായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട്. വേദാന്ത മനനത്തിലെ ഏറ്റവും പ്രാഥമിക സാധനയായി പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. മറ്റൊരാളോട് ചീത്ത, അയാളുടെ മനസ്സിനെ ഉദ്വേഗം ജനിപ്പിക്കുന്ന, അയാളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവുന്ന വാക്ക് എന്നിൽ നിന്നുണ്ടാവല്ലേ. അയാളുടെ മനസ്സിനെ വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു നിമിഷം പോലും എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവല്ലേ. വെറുപ്പൊക്കെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റണേ. എല്ലാം ആനന്ദം മാത്രം സൂക്ഷിക്കുന്ന ഒരിടമായി മനസ്സ് മാറണേ. അല്ലാത്തതും ഉണ്ടാവാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവിടെ പറയാണ്, എന്തുകൊണ്ടാണ് ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കാത്തത്? ആ ഈശ്വരനെ കൂടി മറയ്ക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിലേക്ക് മനസ്സ് പല സാധനങ്ങളും നിക്ഷേപിക്കും. അതൊരു ഡസ്റ്റ് ബിന്നാവും. അതൊരു റീസൈക്കിൾ ബിന്നാവില്ല, അതൊരു ഡസ്റ്റ് ബിന്നായി മാറും. അതിലേക്ക് പിന്നെയും 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 സങ്കല്പം, വികല്പം, നീ എന്നെ പറ്റി അങ്ങനെ ധരിച്ചില്ലേ, ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ട് നിറച്ച് നിറച്ച് സ്ഥലമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നാമരൂപരൂപനായ, നാമരൂപങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ കളി കൊണ്ടാണ് നാം ആ പരമാത്മ തത്വത്തെ തിരിച്ചറിയാത്തത്. അതുകൊണ്ട് മനസ്സ് ഒടുങ്ങിയാൽ, മനസ്സ് ഉപരമിക്കുമ്പോൾ, യഥാ മനസ്സഹ ഉപരാമഹ, മനസ്സെപ്പോഴാണോ ഉപരമിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ആത്മതത്വം അല്ലെ. ശങ്കരാചാര്യ സ്വാമികള് ആത്മബോധത്തിൽ പറയും, സ്വയം പ്രകാശത്തെ ഹ്യാത്മാ മേഘാപായേ അംശുമാനിവ. സൂര്യൻ എപ്പോഴും അവിടെ ഉണ്ട്. സൂര്യൻ അവിടെ നിന്ന് നിത്യസാന്നിധ്യമായിട്ടുണ്ട്. പക്ഷെ മേഘം മൂടിയിരിക്കുമ്പോ കുട്ടികൾ പറയും ഘനച്ഛന്ന ദൃഷ്ടിർ ഘനച്ഛന്നമർക്കം. കുട്ടികൾ പറയും ഘനനാൽ മൂടിയിരിക്കുന്ന അർക്കനെ കണ്ടിട്ട്. മൂഢബുദ്ധികൾ പറയും ദേ സൂര്യനെ കാണുന്നില്ലല്ലോ എന്ന് പറയും. വാസ്തവത്തിൽ സൂര്യനല്ല മറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ സൂര്യനെ മറയ്ക്കാൻ ഒരു കുഞ്ഞു മേഘപാളിക്ക് പറ്റും? മേഘപാളി മറച്ചിരിക്കുന്നത് നമ്മുടെ കാഴ്ചയാണ്. അപ്പോൾ മേഘം മാറുമ്പോൾ അവിടെ സ്ഥിരമായി ഉണ്ടാവുന്ന സൂര്യൻ തെളിയുന്നത് പോലെ ഈ മനസ്സ് കൊണ്ടിടുന്ന എല്ലാ ചപ്പുചവറുകളും മാറ്റിയാൽ, മനസ്സിനെ പരിശീലിപ്പിച്ചാൽ, ഇനി ദയവ് ചെയ്ത് ഈ ലോകത്തിലെ ചപ്പുചവറുകളൊന്നും എൻ്റെ ഉള്ളിൽ കൊണ്ടിടല്ലേ. ഇല്ല, അമ്മമാർക്കൊരു സ്വഭാവം ഇല്ലേ, ബാക്കി വരുന്ന ഭക്ഷണം മുഴുവനും അങ്ങോട്ട് തീർത്തേക്കാമെന്ന് കരുതി കഴിക്കുന്നത്. ഞാൻ ഇത്തിരിയൊക്കെ എനിക്കൊരു ആരോഗ്യത്തെക്കുറിച്ചൊരു ബോധമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ ആ സ്വഭാവം ഞാൻ നിർത്തി. എല്ലാ ബാക്കി വന്നതും കൊണ്ടിടാനുള്ള വേസ്റ്റ് അല്ല നമ്മുടെ വയറ്. പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് ഏതെങ്കിലും ജീവികൾ കഴിച്ചോളും, പുഴുക്കൾ കഴിച്ചോളും. ഒരു ഭക്ഷണവും പ്രകൃതിയിൽ വേസ്റ്റായി പോവില്ല. നമ്മൾ മകൻ കഴിച്ചാൽ മാത്രമേ അത് സഫലമാവൂ എന്നില്ല. നമ്മുടെ മകൻ കഴിച്ചില്ലെങ്കിൽ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു മകൻ അത് കഴിക്കും. ഒരു ശ്വാനപുത്രൻ അത് കഴിക്കും ചിലപ്പോൾ, അല്ലെ, ഒരു പൂച്ചക്കുട്ടൻ അത് കഴിക്കും, ഒരു പുഴുക്കുട്ടി അത് കഴിക്കും. അവൻ കഴിച്ച് അവനും വളരും. അപ്പൊ അതുകൊണ്ട് എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് തള്ളാനുള്ള ഒരു ഇടമല്ല നമ്മുടെ വയറും
നമ്മുടെ മനസ്സ്. ഡിലീറ്റ് ചെയ്യാനുള്ളത് അന്ന് രാത്രി ഡിലീറ്റ് ചെയ്താൽ അവിടെ ഉള്ള ആള് അതിൻ്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കും. അവിടെയുള്ള ആൾക്കൊന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ആള് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത ചിന്ത കൊണ്ടിടും. ആ ആള് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ അടുത്ത ചിന്ത അതിൽ കൊണ്ട് നിക്ഷേപിച്ചു കഴിയും. അപ്പോ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാ? മനസ്സിനെ 100% എൻഗേജ്ഡ് ആക്കിയിരിക്കുകയാണ് നമ്മൾ. വേറെ പലതിലേക്കും കൊണ്ടുപോയി എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്നിട്ട് അതിനുള്ളിൽ സജീവ സാന്നിധ്യമാകുന്ന, ആനുഭൂതിക സാന്നിധ്യമാകുന്ന ഈശ്വരനെ അറിയുന്നില്ല. അതാണ് ആചാര്യസ്വാമികൾ പറയുന്ന സ്വയം പ്രകാശത്തെ ഹ്യാത്മാ. അത് സ്വയം പ്രകാശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് അല്ലെ? മെഴുകുതിരി ആവശ്യമില്ല. സൂര്യൻ ഉണ്ടോ എന്ന് നോക്കാൻ മെഴുകുതിരി കത്തിച്ചിട്ട് സൂര്യൻ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. സൂര്യൻ ഉണ്ടെങ്കിൽ അത് ഉണ്ട്. സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. പണ്ട് ഓഷോയോട് ഒരു സാധകനായ ഒരു ഭക്തൻ ചോദിച്ചു, ഞങ്ങളാരും ഒരു വലിയ ആത്മീയ പരിവർത്തന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ഞങ്ങളൊക്കെ സാധാരണ ഗൃഹസ്ഥാശ്രമികളാണ്. ഞങ്ങളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. ഞങ്ങൾക്കൊന്നും വലിയ ക്ലാസ്സുകളോ പ്രഭാഷണങ്ങളോ ഒന്നും നടത്താനോ ആളുകളെ പ്രബുദ്ധരാക്കാനോ ഒന്നുമുള്ള കഴിവില്ല. ഞങ്ങൾക്ക് പിന്നെ ആധ്യാത്മിക ലോകത്ത് എന്തു ചെയ്യാനാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഓഷോ പറഞ്ഞ മറുപടി, നിങ്ങൾ സ്വയം പ്രകാശിച്ചു നിന്നാൽ മാത്രം മതി. സ്വയം പ്രകാശിക്കുന്നവന് അവിടെ പ്രകാശമുണ്ടോ എന്ന് നോക്കാൻ വേറെ ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഒരു മെഴുകുതിരി കത്തിച്ചു നോക്കണ്ട, സൂര്യനുണ്ടോ എന്നറിയുക. നിങ്ങൾ സ്വയം അവനവന്റെ സാധനകൾ ചെയ്ത് നിങ്ങൾ സ്വയം പ്രകാശിച്ചു നിൽക്കൂ. ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ വിരിഞ്ഞേ എന്നവൻ വിളിച്ചു പറയാറില്ല. അവൻ വിരിഞ്ഞു നിന്നാൽ ആവശ്യമുള്ളവൻ ഇങ്ങോട്ട് വന്നുകൊള്ളു. വിരിഞ്ഞു നിൽക്കുക എന്നത് മാത്രമാണ് ഒരു പൂവിന് ചെയ്യാനുള്ളത്. സ്വയം വിടരുക എന്നത് മാത്രമാണ് ഒരു സാധകന് ചെയ്യാനുള്ളത്. ആ വിടരുന്ന വഴിയിൽ നമുക്ക് ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ്. നന്നായി കൊണ്ടു നടന്നാൽ നമുക്ക് എന്തും ചെയ്തു തരാൻ കഴിവുള്ള ഒരാളാണ്. അയാളെ ഒന്ന് ട്രെയിൻ ചെയ്താൽ, ഒന്ന് പരിശീലിപ്പിച്ചാൽ ലോകത്തിലെ ഏറ്റവും മിടുക്കനായ ഒരാളാണ്. അത് മനസ്സാണ്. ആ മനസ്സിനെ ഒന്ന് കൂട്ടുകൂടാനാണ് ഒരു സാധകൻ വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഉള്ളിലെ ഈശ്വരൻ പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മനസ്സിൻ്റെ ഈ ബോധത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്ലോകം അവസാനിപ്പിക്കും. അടുത്തത്, ഇത് ഓരോന്നും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ? മനസ്സാണ് എന്തുകൊണ്ട് ഈശ്വരനെ അറിയുന്നില്ല? മനസ്സ് അവിടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഇനി അത് മനസ്സ് ഉപരമിച്ചാൽ, മനസ്സിനെ പതുക്കെ പിന്മടക്കിയാൽ നമുക്ക് ഉള്ളിലുള്ള നിത്യസാന്നിധ്യത്തെ അറിയാൻ സാധിക്കും. ഇനി അടുത്ത ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നു, ഇത് ആർക്കാണ് അറിയാൻ സാധിക്കുന്നത്? ഈ മനസ്സ് പിന്മടങ്ങിയവൻ ആരാണ് എന്ന ചോദ്യം. ഈ സ്വയം പ്രകാശ ചൈതന്യ സ്വരൂപത്തെ എങ്ങനെയാണ്, ആർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? മനീഷിണോ അന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർനവഭിശ്ച ത്രിവൃദ്ഭിഃ സ്വശക്തിഭിഃ നവഭിഃ ച ത്രിവൃദ്ഭിഃ സ്വശക്തിഭിർനവഭിശ്ച ത്രിവൃദ്ഭിഃ വന്യം യഥാ ദാരുണി പഞ്ചദശ്യം പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. ആർക്ക് അറിയാൻ സാധിക്കുന്നു എന്നത് ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെയൊക്കെ സ്വരൂപവും, ആരാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞു, അതിനെ എങ്ങനെ അനുസന്ധാനം ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? മനസ്സിനെ പിന്മടക്കിക്കൊണ്ട് ആത്മാനുസന്ധാനം ചെയ്യണം എന്ന്
പറഞ്ഞു. അപ്പൊ സ്വരൂപത്തെ പറഞ്ഞു തന്നു. ഇനി ആർക്കാണ് ഈ ബോധമുണ്ടാകുന്നത് എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിൽ ഒരു ഉള്ളിലെ ഈശ്വര ദർശനം, ആത്മദർശനം ആർക്കാണ് സംഭവിക്കുന്നത് എന്ന് ഋഷി എപ്പോഴും പ്രയോഗിക്കുന്ന മനോഹരമായ ഒരു ഉദാഹരണത്തിന്റെ സാന്നിധ്യത്തോടു കൂടിയിട്ട്, ഉദാഹരണത്തിന്റെ സാധ്യതയോടുകൂടി പറഞ്ഞു തരുവാണ്. യഥാ ദാരുണി ഗൂഢം വന്യം പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി. എപ്രകാരമാണോ ഒരു ദാരുവിലുള്ള, ഒരു ശില്പത്തിനുള്ളിൽ, ഒരു ദാരുവിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഗ്നിയെ അരണി കടഞ്ഞുകൊണ്ട്, അല്ലെ, മരത്തിനുള്ളിൽ അരണി കടഞ്ഞ് ആ മരത്തിനുള്ളിലുള്ള അഗ്നി സാന്നിധ്യത്തെ എങ്ങനെയാണോ ഒരു യാഗവേദിയിൽ ജ്വലിപ്പിക്കുന്നത്, അതുപോലെ മനീഷിണ നവഭിശ്ച ത്രിവൃദ്ഭിഹി സ്വശക്തിഭിഹി ഹൃദയസന്നിവേശിതം പരമാത്മാനം നിഷ്കർഷന്തി. ഈ ദാരുവിൽ അഗ്നിയുണ്ട്, അല്ലെ? അരണിയുടെ നിരന്തരമായ മഥനം കൊണ്ട് കടഞ്ഞ് അതിനുള്ളിലുള്ള അഗ്നിയുടെ സാന്നിധ്യത്തെ പുറത്തെടുക്കുകയാണ്. യാഗചടങ്ങുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അരണി കടഞ്ഞ് അഗ്നി എടുക്കുക. അത് ഭൗതികമായ ഒരു ചടങ്ങ് മാത്രമല്ല, അഗ്നി എടുക്കുന്നതിനുള്ള ഒരു ഉപായം മാത്രമല്ല, അത് ആത്മാവിന്റെ ചിന്തയുടെ മഥനത്തിന്റെ, യാഗം ഒരു പ്രതീകാത്മകമായ സങ്കല്പം കൂടിയാണ്. അതിന് ഭൗതികമായ അർത്ഥവുമുണ്ട്, അതിന് ദാർശനികമായ അർത്ഥവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിന്തയിലൂടെ, ചിന്തയെ നിരന്തരമായി മഥനം ചെയ്തുകൊണ്ട്, ചിന്തയെ നിരന്തരമായി സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട്, വെറുതെ ഇരിക്കാൻ അനുവദിക്കാതെ ചിന്തയിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അഗ്നി സമാനമായ ചിന്തകളെ, പരീക്ഷണശാലയിൽ ഒരു സയന്റിസ്റ്റ് നടത്തുന്നത് അതാണ്, അല്ലെ? ആചാര്യൻ ഉത്തരാരണിയായും ശിഷ്യൻ മധ്യമാരണിയായും കണക്കാക്കുന്ന ഉപനിഷത് വാക്യമുണ്ട്. ആചാര്യന്റെ ഉത്തമമായ മേധയും ശിഷ്യന്റെ മേധയും കൂടിയുള്ള അരണിയാണ് അവിടെ കടയുന്നത്, അല്ലെ? ജ്ഞാനയജ്ഞത്തിൽ അങ്ങനെയാണ്. ഭൗതികമായി നടത്തുന്ന, നിങ്ങളിപ്പോ ഒരു സോമയാഗമോ അങ്ങനെയുള്ള യാഗം നടത്തിയാൽ നമ്മൾ കാണും, അവിടെ അരണി കടയുന്നു, യജമാനൻ അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നു. അതതിൻ്റെ യാഗപരമായ അർത്ഥം. പക്ഷെ അതിൻ്റെ ജിജ്ഞാസാപരമായ അർത്ഥം, അതിൻ്റെ ജ്ഞാനപരമായ അർത്ഥം ആചാര്യൻ എന്ന ഉത്തരാരണിയും ശിഷ്യൻ എന്ന അധോ, രണ്ട് മുകളിലും താഴെയല്ലേ അതിരിക്കുന്നത്, അത് രണ്ടും കൂടി ചേർന്ന് നടത്തുന്ന നിരന്തരമായ സംവാദത്തിലൂടെ, നിരന്തരമായ ചർച്ചകളിലൂടെ, നിരന്തരമായ വാക്യാർത്ഥ വിമർശനങ്ങളിലൂടെ ശിഷ്യന്റെ മേധയും ആചാര്യന്റെ മേധയും തമ്മിൽ ഉരസി, അതാണ് പരിപ്രശ്നേന, സേവയാ, ചോദ്യം ചെയ്ത്, സേവ ചെയ്ത്, കൂടെ നടന്ന് ഈ ഉത്തരാരണിയും ഈ ശിഷ്യന്റെ അരണിയും കൂടി ചേർന്ന് ഘർഷണമുണ്ടായി, അതിൽ നിന്നും പുതിയ ആശയങ്ങൾ ഉണ്ടായി വരും. ഇതുപോലെ എങ്ങനെയാണോ മനീഷ കൊണ്ട്, അല്ലെ, അരണി കടയുന്നത് പോലെ, പാഞ്ചദശ്യം എന്നതൊരു വൈദിക യാഗപ്രയോഗത്തിലെ മന്ത്രമാണ്, അതുപോലെ മനീഷ കൊണ്ട്, ബുദ്ധി കൊണ്ട് നിരന്തരമായി ചിന്തയെ മനനം ചെയ്ത്, മഥനം ചെയ്ത്, നവഭിഹി ത്രിവൃദ്ഭിഹി, ഈ പ്രപഞ്ച സ്വരൂപത്തെയാണ് ഈ 3 ഘടകങ്ങളിലൂടെ വർണ്ണിച്ചിട്ടുള്ളത്. ഈ മായ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഇങ്ങനെ വിപുലീകരിച്ചുകൊണ്ടാണ്. അതാണ് 9 എണ്ണം. നമുക്ക് പരിചിതമായതാണ്. സാഖ്യശാസ്ത്രത്തിലൊക്കെ ഈ പ്രപഞ്ചം 9ആയി വിസ്തരിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട്, 9 വിധത്തിൽ. അതാണ് നവഭിഹി. 5 പഞ്ചതന്മാത്രകൾ, 5 ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അല്ലേ? നമ്മൾ ഈ ലോകത്ത് അറിയുന്നത് അങ്ങനെയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്പർശമായും ശബ്ദമായും രൂപമായും രസമായും ഗന്ധമായും നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്നു. അതെവിടെ നിന്നുണ്ടായി? പ്രകൃതി പരിണമിച്ച് മഹത്തത്വം, അത് അഹംബോധം, അത് വിപുലീകരിച്ച് മനസ്സ് ഈ 9 ഭാവങ്ങൾ, പഞ്ചതന്മാത്രകളായി നാം ലോകത്തെ അറിയുന്നു. ത്രിവൃദ്ഭിഹി,
ത്രിവൃദ്ഭിഹി. ഇത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ 3 ഘടകങ്ങൾ: സത്വം, രജസ്, തമസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 3ഉം ഈ 9ഉമാണ് ഈ ലോകമായി വിസ്തരിച്ചിരിക്കുന്നത് എന്ന ഭാരതത്തിൻ്റെ പ്രപഞ്ച ദർശനമാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് ലോകം എന്ന് ചോദിച്ചാൽ, ഞാൻ കാണുന്ന പ്രപഞ്ചം, ഞാൻ അനുഭവിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന പ്രപഞ്ചം, സത്വരജത്തമോ ഗുണങ്ങളായ ത്രിഗുണങ്ങളോടുകൂടിയ പ്രപഞ്ചം, അതിനെ ഇങ്ങനെ വിസ്തരിച്ച് എൻ്റെ മുന്നിൽ ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ സ്പർശിക്കുന്ന, ഞാൻ രുചിക്കുന്ന, ഞാൻ മണക്കുന്ന, ഞാൻ അറിയുന്ന, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ശബ്ദമായും സ്പർശമായും നിറമായും രസമായും ഗന്ധമായും ഞാൻ അറിയുന്ന ഈ പ്രപഞ്ചം, അതാണ് നവഭിഹി ത്രിവൃദ്ഭിഹി സ്വശക്തിഭിഹി. അവനവന്റെ ഈശ്വരന്റെ തന്നെ ശക്തിയായ 9ആയും 3ആയും പകുത്തു വികസിച്ച ഈ പ്രപഞ്ചത്തിന്റെ രൂപം. ഇതാണ് ജ്ഞാനശക്തിയെ. ഈ പ്രപഞ്ചത്തിന് ഉള്ളിൽ ജീവിക്കുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ കാരണമാകുന്ന ജ്ഞാനസ്വരൂപത്തെ അറിയുന്നില്ല, ഈശ്വരനെ അറിയുന്നില്ല. ആരറിയുന്നു? ആർക്ക് ദർശിക്കാനാകും? മനീഷിണഃ. അതാണ് ആ ചോദ്യത്തിന്റെ, ഈ ശ്ലോകം തുടങ്ങാൻ ആരംഭിച്ച ശ്ലോകത്തിന്റെ കാരണമായ ഉത്തരം അതാണ്. മനീഷിണഃ അന്തർഹൃദി സന്നിവേശിതം. ആരറിയുന്നു? മനീഷികൾ അറിയുന്നു. മനീഷി എന്നതിന് ഭാരതത്തിന്റെ ജ്ഞാനമീമാംസയിൽ പ്രധാനപ്പെട്ട ഒരു ആശയ സംഹിതയാണ് മനീഷ എന്ന ബുദ്ധിയുടെ ഭാവം. മനീഷ, ധിഷണ, പ്രജ്ഞ. അമരകോശത്തിൽ ബുദ്ധിയെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, ബുദ്ധിയുടെ പര്യായങ്ങളായി പറയുന്നത് ഇങ്ങനെയാണ്. ഭാരതീയ ആചാര്യന്മാർ സംസ്കൃത ഭാഷ ഒരു കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ലാംഗ്വേജ് ആണ്. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ബോധപൂർവം ആ സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. ജലം എന്നുപയോഗിക്കുന്ന ഉദ്ദേശമായിരിക്കില്ല ഭാരി എന്നുപയോഗിക്കുമ്പോൾ. അതിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് സംസ്കൃതത്തിലെ പദഘടന. മനീഷ എന്ന പദം ഒരിക്കലും ബുദ്ധിയുടെ ധിഷണ എന്നോ പ്രജ്ഞ എന്നോ ശേമുഷി എന്നോ മുഷി എന്നോ ഉള്ള പദങ്ങളൊന്നുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ഒക്കെ ബുദ്ധി തന്നെയാണ്. പക്ഷെ മനീഷ എന്ന ബുദ്ധിയുടെ ഭാവം, ആചാര്യസ്വാമികളുടെ മനീഷാ പഞ്ചകം ഓർക്കുക. ആചാര്യസ്വാമികൾക്ക് ബുദ്ധി പഞ്ചകം എന്ന് എഴുതാമായിരുന്നു, അല്ലെ? ശേമുഷി പഞ്ചകം എന്നും എഴുതാമായിരുന്നു, ധീപഞ്ചകം എന്നും എഴുതാമായിരുന്നു. പക്ഷെ മനീഷ എന്നുപയോഗിക്കാൻ കാരണം മനീഷ മനസഹ ഈശ, മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയുടെ തലത്തെയാണ്. സത്യസാക്ഷാത്കാരത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ബുദ്ധിയുടെ തലത്തിനെയാണ്. ബുദ്ധിക്ക് എവിടെയും വ്യാപരിക്കാം, അല്ല? ഏത് കോംപ്ലിക്കേഷനെയും ബുദ്ധിയുടെ അപാര ബുദ്ധി വൈഭവത്തിൽ നിന്നുകൊണ്ടാണ് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തുന്നത്. അത് ലോകത്തിനെ അജ്ഞതയിലേക്ക് നടത്തുന്ന കണ്ടുപിടുത്തം വരെ ബുദ്ധിക്ക് കണ്ടുപിടിക്കാം. ബുദ്ധിക്ക് ഈ രീതിയിലേ ബുദ്ധി വ്യാപരിക്കാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നേരം മനസ്സിനെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്, ഇത്രയും നേരം മനസ്സിനെ നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞു വന്നത് എന്നതുകൊണ്ട് ഇവിടെ ആചാര്യന്മാർ ബോധപൂർവമാണ് മനീഷ എന്ന പദം ഉപയോഗിച്ചത്. അപ്പൊ മനീഷികൾ, ആത്മാനുസന്ധാന ബുദ്ധിയുള്ള മനീഷികൾ ഈ ആത്മതത്വത്തെ, നിർവാണ സുഖാനുഭൂതിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയും. ഇതാണ് അന്തർഹൃദി സന്നിവേശിതം. എങ്ങനെയാണോ അരണിക്കുള്ളിൽ നിന്നും മഥനം ചെയ്ത് അഗ്നിയെ പുറത്തെടുക്കുന്നത്, അതുപോലെ അന്തർഹൃദി സന്നിവേശിതം, ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മതത്വത്തെ സാധന ബുദ്ധിയുള്ളവൻ തിരിച്ചറിയും.
അപ്പൊ ഈ ശ്ലോകം ആർക്കാണ് ആത്മതത്വത്തെ തിരിച്ചറിയാനാകുന്നത് എന്നതിൻ്റെ ഉത്തരമായിരുന്നു. നമുക്കതൊന്ന് ചൊല്ലി അവസാനിപ്പിക്കാം. മനീഷിണോ അന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർ നവഭിശ്ച ത്രിവൃദ്ഭിഃ. ഇനി ഉദാഹരണം. വന്യം യഥാ ദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. പഞ്ചദശ സമിധേനി എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് എങ്ങനെയാണോ അരണി കടയുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ്, അത് ചൊല്ലിയിട്ട് അരണിയിൽ നിന്നും അഗ്നി എടുക്കുന്നത്, അതുപോലെ ആചാര്യന്റെ ഉള്ളിലെ അരണിയും ശിഷ്യന്റെ ഉള്ളിലെ അരണിയും തമ്മിൽ കടഞ്ഞ് മനീഷ കൊണ്ട് അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയം അവസാനിപ്പിക്കുന്നു.